പിടിയും ചിക്കനും എന്ന കോംബോ മാറ്റി പിടിയും ബീഫുമാക്കാം ഇന്ന്. പിടി ഉണ്ടാക്കാനായി പുട്ടുപൊടി 1.5 കപ്പും അരിപ്പൊടി 1.5 കപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി തേങ്ങയും ഇട്ട് ഒന്ന് തിരുമ്മി അരമണിക്കൂർ മാറ്റി വെക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 6 ചെറിയ ഉള്ളി, വലിയ 8 വെളുത്തുള്ളി, 1.5 ടേബിൾ സ്പൂൺ ജീരകം, കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ചതച്ചെടുക്കാം. അരിപ്പൊടിക്കകത്ത് തേങ്ങ ഇട്ട് തിരുമ്മി വെച്ചത് അരമണിക്കൂർ കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് പാക്കറ്റ് പൊടിയാണ്, അതുകൊണ്ടൊരു 5-6 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതി. ഒരു 2 ലിറ്റർ വെള്ളം തിളയ്ക്കാനായി വെക്കാം. വെള്ളം തിളച്ച് കഴിയുമ്പോൾ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നന്നായി തിളയ്ക്കണം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി സിം ആക്കിയിടാം. എന്നിട്ട് മുകളിലെ തെളിവെള്ളം എടുത്ത് കുഴയ്ക്കാനായി ഒഴിച്ചു കൊടുക്കാം. ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞ് കൈകൊണ്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ഉരുളകളാക്കി എടുക്കാം. കുഴയ്ക്കാൻ എടുത്ത വെള്ളത്തിൻ്റെ ബാക്കി വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ഈ ബോൾസ് ഇട്ട ഉടൻ ഇളക്കാൻ പാടില്ല. അതുപോലെ തിളച്ചതിന് ശേഷം മാത്രമേ മൂടി വെക്കാവൂ. തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഉരുളയാക്കാൻ വെച്ച മാവിൻ്റെ കുറച്ചെടുത്ത് വെള്ളത്തിൽ അലിയിപ്പിച്ചതും തേങ്ങയുടെ 2ാം പാലും ചേർത്ത് മൂടി വെക്കാം. പിടി നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ പിടി റെഡിയായി. ഇനി നമുക്ക് ബീഫ് ഉണ്ടാക്കാനായി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുത്ത ബീഫാണിത്. വേവിക്കാൻ നേരം 1 വിസിൽ ഹൈ ഫ്ലെയിമിലും 3 വിസിൽ ലോ ഫ്ലെയിമിലുമായിരുന്നു. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും സവോളയും ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 സവോള ചെറുതായി അരിഞ്ഞതും നീളത്തിൽ അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. അത് രണ്ടുമാണ് ചേർത്തേക്കുന്നത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടത് കൊണ്ടാണ് ഇവിടെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുള്ളൂ. സവോള നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഈ പാകം എത്തുമ്പോൾ ലോ ഫ്ലെയിമിലിടാം. എന്നിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നന്നായി ഇളക്കി പച്ചപ്പൊന്ന് മാറ്റിയെടുക്കാം.
പച്ചപ്പ് മാറിയ ശേഷം ഇതിലേക്ക് ശകലം ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി തക്കാളിയും പച്ചമുളകും ഇട്ട ശേഷം മൂടി വെച്ചൊന്ന് വേവിക്കാം. നല്ലപോലെ വെന്ത ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവി കിടന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ലോ ആക്കാം. ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. ഇവിടെ ഉപ്പ് കുറവായിരുന്നു, അതുകൊണ്ട് കുറച്ചും കൂടി ഇട്ടിട്ട് നമുക്കിനി ഒന്നും കൂടി മൂടി വെച്ചേക്കാം. ഇനി മറ്റൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിക്ക് ഈ കളർ എത്തുമ്പോൾ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ബീഫിലേക്ക് ഇത് താളിക്കാം. താളിക്കുന്നതിന് മുന്നേ ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ താളിക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പിടിയും ബീഫും ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.